ചെറുപുഴ പഞ്ചായത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. കൃഷിഭവന് മുന്നിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും കർഷകർക്ക് പഞ്ചായത്ത് സ്വീകരിച്ച് ചെയ്യാവുന്ന എല്ലാ പദ്ധതികളും സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കുന്നതിന് നമ്മുടെ പഞ്ചായത്ത് എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പം ഇന്ന് നമുക്കറിയാം ഞാറ്റുവേലയാണ്. അതൊപ്പം നമ്മുടെ കുറേ സാധനങ്ങൾ നമ്മൾ കാണുന്ന ഓരോ കർഷകരും ഉത്പാദിപ്പിച്ച് എടുത്ത സാധനങ്ങളാണ്. നല്ല വിത്തുകളും നല്ല സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അത് മറ്റുള്ളവർക്ക് അതെല്ലാം ഉപകാരപ്രദമാണ്. അവരവരെ ഒരു എന്താ പറയേണ്ട കൃത്യമായ മാർഗത്തിലൂടെ എന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിലുള്ള മികച്ച വിത്തുകളും ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം അതെല്ലാം മറ്റുള്ളവർക്കെല്ലാം അതെന്നും നമുക്ക് മേടിക്കാനും പക്ഷേ നല്ല സാധനം നമുക്ക് മേടിച്ച് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഒരു കാലഘട്ടത്തിൽ കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു മലയോര പഞ്ചായത്താണെങ്കിലും നമുക്കെല്ലാം അറിയാവുന്ന പോലെ കാർഷിക മേഖലയിലുള്ള നിരവധിയായ തിരിച്ചടികൾ മൂലം ഇപ്പോൾ കാർഷിക മേഖലയിലോട്ട് പുതിയ തലമുറ കടന്നു വരാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം നിലവിലുള്ള കർഷകരെ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെയും നമ്മുടെ കൃഷിഭവൻ്റെയൊക്കെ കാഴ്ചപ്പാടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പദ്ധതികൾ വിവിധങ്ങളായ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. ഇങ്ങനെ ആധുനിക രീതിയിൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇങ്ങനെ മാറ്റിയെടുക്കാവുന്ന വളരെ ഗൗരവതരമായ പഠനത്തിൻ്റെ കൂടെ ഒരു വിഷയമാണ്. അപ്പം നമുക്കൊരു ശുഭപ്രതീക്ഷയുള്ളത്. കൃഷി അസിസ്റ്റന്റ് പി ഗീത സ്വാഗതം പറഞ്ഞു. ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയിൽ നമ്മുടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സതീശൻ കാർത്തികപ്പള്ളി അവർകളാണ്. ഇവിടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. കൃഷിക്ക് ജൈവ സർട്ടിഫിക്കേഷൻ ലഭിച്ച കർഷകൻ KJ ടൈറ്റസിന് സർട്ടിഫിക്കറ്റ് കൈമാറി. ടൈറ്റസിനും ഡെന്നി കാവലത്തിനുമാണ് പഞ്ചായത്തിൽ ജൈവ സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ചെറുപുഴ കൃഷി ഓഫീസർ KR ജിതിൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD പ്രവീൺ, ലളിത ബാബു, പഞ്ചായത്ത് അംഗം KC ലക്ഷ്മണൻ, PV വിജയൻ എന്നിവർ സംസാരിച്ചു. ഇതൊരു ദിവസത്തേക്ക് മാത്രമല്ല, ഇനിയും കർഷകർക്ക് അവരെന്നെ ഉൽപ്പാദിപ്പിച്ച നടീൽ വസ്തുക്കൾ, ഇപ്പോൾ ഇടവളകളുടെ എല്ലാം ആണെങ്കിൽ ചേമ്പ് ചേനയുടെ ഒക്കെ വിത്തുകൾ കർഷകർ ഉൽപ്പാദിപ്പിച്ച വിത്തുകൾ ഉണ്ടെങ്കിൽ നമ്മളത് വിപണനം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പം തുടർന്ന് നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുകയാണ്. രാസവളങ്ങൾ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ അത് വളരെയേറെ കൃഷിയിടങ്ങളിൽ പിന്നീടുള്ള ഉൽപ്പന്നങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി കൂടുതൽ അളവ് രാസവളങ്ങൾ നൽകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കൃഷിയിടത്തെയും മണ്ണിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജൈവ രീതിയിൽ സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ജൈവ രീതികൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു 10 പശുക്കളെ വളർത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ ചാണകം വരുന്നുണ്ട്, ബയോഗ്യാസ് ഉണ്ട്. ബയോഗ്യാസിന്റെ ശരിക്കും സ്ലറി മോട്ടോർ വെച്ചിട്ട് കൃഷിയിടങ്ങളിലേക്ക് അടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെങ്കിലും ഒരു പൊട്ടാഷിന്റെ അഭാവം മാത്രമാണ് കൃഷിയിടങ്ങളിൽ കാണുന്നത്. കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ നന്ദി പറഞ്ഞു. കർഷകർ സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ച ജൈവ ഉൽപ്പന്നങ്ങളും നടീൽ വസ്തുക്കളും ചന്തയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നു. ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഞാറ്റുവേല ചന്തയും കൂടിയാണ്. അപ്പം നമ്മൾ സ്വന്തം കൃഷിയിടത്തിലെ കുറേ വിഭവങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യുന്ന പുളിയ്, അസോള, കാന്താരി, കാപ്പിപ്പൊടി, മഞ്ഞൾപ്പൊടി, വയമ്പ്, കസ്തൂരി മഞ്ഞൾ, കരിമഞ്ഞൾ, പ്രതിഭ മഞ്ഞൾ, കച്ചോലം, വാഴ, ഏത്തക്കായി, തൈര്, അങ്ങനെ ഒത്തിരി വിഭവങ്ങളുമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കർഷകരുടെ അടുത്തേക്ക്.
നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.